ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിൽ മനുഷ്യരെക്കാൾ മുമ്പിൽ മണം പിടിച്ച 2 നായകളുണ്ട്. മണ്ണിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ 5 വയസ്സുള്ള മായയും മർഫിയുമാണ് ആ നായകൾ. 2020-ൽ സേനയുടെ ഭാഗമായ ഇവയ്ക്ക് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് മാത്രമാണ് പരിശീലനം നൽകിയിരിക്കുന്നത്. മനുഷ്യരക്തവും പല്ലും ഉപയോഗിച്ചാണ് പരിശീലനം. രക്തം പഞ്ഞിയിൽ പുരട്ടി കുപ്പിയിലാക്കി ദ്വാരമിട്ട ശേഷം മണ്ണിൽ കുഴിച്ചിടും. മൃതശരീരത്തിന് പകരം മൃതദേഹത്തിന്റെ ഗന്ധമുള്ള സ്യൂഡോസെന്റ് എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 4 തുള്ളിക്ക് 10,000 രൂപ വിലയുണ്ട്. ഫ്രീസറിൽ വെച്ച് 3 മാസം വരെ ഉപയോഗിക്കാം. ഈ രാസവസ്തു കട്ടിയുള്ള പഞ്ഞിയിൽ പുരട്ടിയാണ് കുഴിച്ചിടുന്നത്. രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 5:30 വരെയുമാണ് പരിശീലനം. 2020 ഓഗസ്റ്റിൽ ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ഇരുവരും പരിശീലനത്തിലായിരുന്നു. എങ്കിലും സ്ഥലത്തെത്തിച്ച് രക്ഷാദൌത്യത്തിന്റെ ഭാഗമാക്കി. 2021-ൽ കൊക്കയാറിലുണ്ടായ ഉരുൾപൊട്ടലിലും തിരച്ചിലിനായി ഇരുവരും എത്തി.